ആസാദി നൈറ്റ് എഡിഷനിലേക്ക് ഏവർക്കും സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകൾ. കേരളം വികസന പാതയിൽ 10 വർഷം മികച്ച മുന്നേറ്റം. നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഗവർണർ മാറ്റം വരുത്തി ഒഴിവാക്കിയ ഭാഗങ്ങൾ വായിച്ചോ മുഖ്യമന്ത്രി. കേരളം വികസിച്ചു, ബംഗാൾ എന്തുകൊണ്ട് പിന്നിലായി? രാഹുൽ ഗാന്ധിയോട് ചോദ്യം. മൈക്ക് തട്ടിപ്പറിപ്പിച്ച് കോൺഗ്രസ്. 14 ലക്ഷം യാത്രക്കാർ. നഗരഗതാഗതയിൽ വിപ്ലവം സൃഷ്ടിച്ച കൊച്ചി മെട്രോ ഫീഡർ ബസ് സർവീസിന് 1 വയസ്സ്. കണ്ണൂരിൽ ക്ഷേത്രോത്സവത്തിനിടെ RSS തിതുഗീതം സംഘിപരിവാർ അജണ്ടയെന്ന DYFI. വിശദമായ വാർത്തകളിലേക്ക് കടക്കാം. കഴിഞ്ഞ 10 വർഷക്കാലം കേരളം കാഴ്ചവെച്ചത് മികച്ച മുന്നേറ്റമെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ 15ാം കേരള നിയമസഭയുടെ 15ാം സമ്മേളനത്തിന്റെ നയപ്രഖ്യാപന പ്രസംഗത്തിലാണ് ഗവർണർ കേരള സർക്കാരിന്റെ നേട്ടങ്ങൾ എന്ന് പറഞ്ഞത്. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കുന്നതിനൊപ്പം സാമൂഹ്യക്ഷേമ പദ്ധതികൾക്ക് നൽകുന്ന മുൻഗണന ഗവർണർ പ്രശംസിച്ചു. കൃഷി, വ്യവസായം, IT മേഖലകളിലെ മുന്നേറ്റം, ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ പരിഷ്കാരങ്ങളും പ്രസംഗത്തിൽ പരാമർശിച്ചു. എല്ലാ പ്രതികൂല സാഹചര്യങ്ങളിലും കേരള വികസനത്തിന് പ്രാധാന്യം നൽകിയെന്നും മനുഷ്യപക്ഷത്ത് നിന്ന് എന്നും അദ്ദേഹം പറഞ്ഞു. കടമെടുപ്പിൽ കേന്ദ്രത്തിൽ നിന്ന് ഉപരോധം നേരിട്ടിട്ടും അടിസ്ഥാന സൗകര്യ വികസനത്തിലും വ്യവസായങ്ങളുടെ വികസനത്തിലും സർക്കാർ വിട്ടുവീഴ്ചയില്ലാതെ നിലപാട് കണ്ടു. വനിതകൾക്കും യുവാക്കൾക്കും വയോധികൾക്കും വേണ്ടി മാതൃകാപരമായ പദ്ധതികൾ കൊണ്ടുവന്നു. സ്വന്തമായി വീടും സ്ഥലമില്ലാത്ത ഒരാൾ പോലും ഇല്ലാത്ത സംസ്ഥാനം എന്ന ലക്ഷ്യത്തേക്ക് സർക്കാർ എത്തുകയാണ്. ഇതിലൂടെ ലോകത്തിന് മുന്നിൽ മറ്റൊരു കേരള മോഡൽ മാതൃക തീർക്കുകയാണ് സർക്കാർ. വൈവിധ്യത്തിലും സമാധാനപൂർവമായ അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിൽ കേരളം മുന്നിട്ട് നിന്നു. പവർക്കെട്ടില്ലാത്ത 10 വർഷങ്ങളും അതിദാരിദ്ര്യം തുടച്ചു നീക്കിയതും സർക്കാരിന്റെ നവകേരള കാഴ്ചപ്പാടിൽ എടുത്തു പറയേണ്ട ഒന്നാണ്. സർക്കാരിന്റെ നയപരമായ തീരുമാനങ്ങൾ വിശദീകരിച്ച ഗവർണർ ജനക്ഷേമകരമായ ഭരണത്തിന് എല്ലാ പിന്തുണയും വാഗ്ദാനവും ചെയ്യുകയും ചെയ്തു. മന്ത്രിസഭ അംഗീകരിച്ച നയപ്രഖ്യാപന പ്രസംഗത്തിൽ കൂട്ടിച്ചേർക്കലുകളും ഒഴിവാക്കലും നടത്തി ഗവർണർ രാജേന്ദ്ര ആർലേക്കർ. നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഖണ്ഡിക 12, 15, 16 എന്നിവയിലാണ് മാറ്റങ്ങൾ വരുത്തിയത്. ഇത് ചൂണ്ടിക്കാട്ടിയ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഗവർണർ ഒഴിവാക്കിയ ഭാഗങ്ങൾ മുഴുവൻ സഭയിൽ വായിച്ചു. സർക്കാരിന്റെ നയപ്രഖ്യാപനമാണ് ഗവർണർ സഭയിൽ നടത്തുന്നത് എന്നതിനാൽ മന്ത്രിസഭ അംഗീകരിച്ച 12, 15, 16 ഖണ്ഡികൾ അതേപടി നിലനിൽക്കുന്നതാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. കേരളത്തിൽ സാമ്പത്തിക ഞെരുക്കം സൃഷ്ടിക്കാനുള്ള കേന്ദ്ര സർക്കാർ നടപടികളെയും നിയമസഭ പാസാക്കിയ ബില്ലുകൾ ഗവർണർ പിടിച്ചുവെക്കുന്നതും പരാമർശിക്കുന്നതുമായിരുന്നു ഒഴിവാക്കിയ ഭാഗങ്ങൾ. നയപ്രഖ്യാപന പ്രസംഗത്തിലെ ഖണ്ഡിക 12-ലെ ആദ്യ വാചകം ഇപ്രകാരമാണ്: ഇത്തരം സാമൂഹികവും സ്ഥാപനപരവുമായ നേട്ടങ്ങൾ കൈവരിച്ചിട്ടും ധനകാര്യ ഫെഡറലിസത്തിന്റെ ഭരണപരമായ തത്വങ്ങളെ ദുർബലപ്പെടുത്തുന്ന കേന്ദ്ര സർക്കാരിന്റെ തുടർച്ചയായ പ്രതികൂല നടപടികളുടെ ഫലമായി കേരളം ഗുരുതരമായ സാമ്പത്തിക ഞെരുക്കം നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ വാചകം ഗവർണർ ഒഴിവാക്കി. ഖണ്ഡിക 15-ൽ സംസ്ഥാന നിയമസഭകൾ പാസാക്കിയ ബില്ലുകൾ കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡിന്റെ ഇലക്ട്രിക് ഫീഡർ ബസ് സർവീസ് മെട്രോ കണക്റ്റീവിന് 1 വയസ്സ്. കൊച്ചി മെട്രോയിലേക്കും വാട്ടർ മെട്രോയിലേക്കും ലാസ്റ്റ് മൈൽ കണക്ടിവിറ്റി ശക്തിപ്പെടുത്തുന്നതിനായി ആരംഭിച്ച ഇലക്ട്രിക് ബസ് സർവീസ് നഗരജീവിതത്തിലെ ഒഴിച്ചുകൂടാനാവാത്ത സേവനമായി 1 വർഷം കൊണ്ട് മാറുകയായിരുന്നു. 2025 ജനുവരി 15-ന് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യപ്പെട്ട അർബൻ ഫീഡർ സർവീസിന്റെ പ്രവർത്തനം ജനുവരി 16-നാണ് ആരംഭിച്ചത്. മെട്രോ റെയിലും വാട്ടർ മെട്രോയും പൂർണ്ണശേഷിയിൽ ഉപയോഗപ്പെടുന്നതിന് യാത്രക്കാർക്ക് തടസ്സമായിരുന്ന കണക്ടിവിറ്റി ഗ്യാപ്പ് നികത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് പദ്ധതി രൂപകൽപ്പന ചെയ്തത്. എങ്കിലും കാര്യക്ഷമമായ സേവനം, സുഖകരമായ യാത്രാനുഭവം, സുരക്ഷിതത്വം എന്നിവയിലൂടെ ഇലക്ട്രിക് ഫീഡർ ബസ് മികച്ച ബദൽ റോഡ് ഗതാഗത ശൃംഖലയായി വളരുകയായിരുന്നു. സംസ്ഥാന ഗവൺമെന്റിന്റെ സഹകരണത്തോടെ ഫ്രഞ്ച് സ്ഥാപനമായ AFEDയുടെ സാമ്പത്തിക സഹായത്തോടെയാണ് പദ്ധതി നടപ്പാക്കിയത്. ആദ്യ വർഷം തന്നെ 6 പ്രധാന റൂട്ടുകളിലായി സർവീസ് വ്യാപിപ്പിക്കുകയും 15 ഇലക്ട്രിക് ബസ്സുകൾ, 7 ചാർജിംഗ് യൂണിറ്റുകൾ, 1 ഡിപ്പോ എന്നിവയടങ്ങിയ സംവിധാനമായി ഫീഡർ ബസ് സർവീസ് വളരുകയും ചെയ്തു. കൊച്ചി മെട്രോ റെയിലിന്റെയും വാട്ടർ മെട്രോയുടെയും യാത്രക്കാരുടെയും വരുമാനത്തിന്റെയും വർധനവിലും ഫീഡർ സർവീസ് നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ട്. കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡ് മാനേജിംഗ് ഡയറക്ടർ ലോക്നാഥ് ബെഹ്റ പറഞ്ഞു. ആദ്യ വർഷത്തിലെ പ്രധാന നേട്ടങ്ങളിൽ ഒന്നാണ് ഡാറ്റ അനലിറ്റിക്സ് അടിസ്ഥാനമാക്കിയുള്ള പ്രവർത്തന ക്രമീകരണം. സേവന നിലവാരവും യാത്രക്കാരും സുരക്ഷയും മെച്ചപ്പെടുത്തുന്നതിനായി STMS ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റോഡ് സേഫ്റ്റി ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ സഹകരണത്തോടെ ഫീഡർ ബസ് ജീവനക്കാർക്കായി ബിഹേവിയറൽ ചെയിൻ, റോഡ് സേഫ്റ്റി എന്നിവയിലുള്ള പരിശീലനവും പുരോഗമിക്കുകയാണ്. പരിസ്ഥിതി അപകട സാധ്യത കൂടുതലുള്ള ഒരു നഗരത്തിൽ പോലും കാര്യക്ഷമവും സാമ്പത്തികമായി സുസ്ഥിരമായ ഇലക്ട്രിക് ബസ് സംവിധാനം നഷ്ടമില്ലാതെ നടത്താൻ കഴിയുമെന്ന് ഇലക്ട്രിക് ഫീഡർ സർവീസ് ഇതിനോടകം തെളിയിച്ചിട്ടുണ്ട്.
കൃത്യമായ ആസൂത്രണവും മികച്ച പ്രവർത്തനവും ജനങ്ങളുടെ ആവശ്യങ്ങൾ കേൾക്കുന്ന സമീപനവും ഉണ്ടെങ്കിൽ യാത്രക്കാർക്കായി മികച്ച പൊതുഗതാഗത സാധ്യമാണെന്ന് ഇലക്ട്രിക് ഫീഡർ സർവീസായ മെട്രോ കണക്റ്റിവിന്റെ വിജയം വ്യക്തമാക്കുന്നു. KMRL അർബൻ ട്രാൻസ്പോർട്ട് അഡീഷണൽ ജനറൽ മാനേജർ ഗോകുൽ ടി പറഞ്ഞു. ഇതിലൂടെ യാത്രക്കാർക്ക് ബസ്സുകളുടെ തത്സമയ വിവരം ലഭിക്കുകയും കാത്തിരിപ്പ് സമയം കുറയുകയും ചെയ്യും. ലൈവ് നെറ്റ്വർക്ക് കൂടിയ ഇൻ വെഹിക്കിൾ പാസഞ്ചർ ഇൻഫർമേഷൻ സിസ്റ്റവും ഉടൻ അവതരിപ്പിക്കും. കൊച്ചി മെട്രോ രണ്ടാം ഘട്ട പദ്ധതിയോടൊപ്പം ഇലക്ട്രിക് ഫീഡർ നെറ്റ്വർക്കും കൂടുതൽ ശക്തിപ്പെടുത്തും. 1 വർഷത്തിനുള്ളിൽ കൈവരിച്ച ഈ നേട്ടങ്ങളോടെ ഇന്റഗ്രേറ്റഡ് ഇലക്ട്രിക് ഡാറ്റ അധിഷ്ഠിത നഗരഗതാഗതത്തിന്റെ ദേശീയ മാതൃകയായി കൊച്ചി മെട്രോയുടെ ഇലക്ട്രിക് ഫീഡർ ബസ് സർവീസ് മാറിക്കൊണ്ടിരിക്കുകയാണ്. കണ്ണൂർ പുഷ്പോത്സവം 22 മുതൽ ഫെബ്രുവരി 3 വരെ ഒരുക്കങ്ങളായി. ജില്ലാ അഗ്രി ഹോർട്ടിക്കൾച്ചർ സൊസൈറ്റി കണ്ണൂർ പോലീസ് മൈതാനിൽ സംഘടിപ്പിക്കുന്ന കണ്ണൂർ പുഷ്പോത്സവം 22 വൈകിട്ട് 6 മണിക്ക് കഥാകത്ത് ടി പത്മനാഭൻ ഉദ്ഘാടനം ചെയ്യും. ജില്ലാ കളക്ടറും സൊസൈറ്റി പ്രസിഡന്റുമായ അരുൺ കെ വിജയൻ അധ്യക്ഷനാവും. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് വിനോയ് കുര്യൻ, കണ്ണൂർ കോർപ്പറേഷൻ മേയർ അഡ്വക്കേറ്റ് പി ഇന്ദിര എന്നിവർ മുഖ്യ അതിഥികളാകും. ഈ വർഷത്തെ സംസ്ഥാന കൃഷി അവാർഡ് ജേതാവ് NV രാഹുൽ ചടങ്ങിൽ ആദരിക്കും. പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ തുളസി ചെങ്ങാട്ട് സംസാരിക്കും. പുഷ്പോത്സവത്തിലെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി കണ്ണൂർ അഗ്രി ഹോർട്ടിക്കൾച്ചർ സൊസൈറ്റി സെക്രട്ടറി PV യത്നാകരൻ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കൃഷിയും ചെടികളെയും പൂക്കളെയും പ്രകൃതിയെയും സംബന്ധിച്ച അവബോധം സൃഷ്ടിക്കുക, പൂന്തോട്ടം, പച്ചക്കറി തോട്ടങ്ങൾ എന്നിവ നിർമ്മിക്കുക, കാർഷിക സംസ്കാരം വളർത്തിയെടുക്കുക എന്നീ ലക്ഷ്യങ്ങളോടെയാണ് ജില്ലാ അഗ്രി ഹോർട്ടിക്കൾച്ചർ സൊസൈറ്റി പുഷ്പോത്സവം സംഘടിപ്പിക്കുന്നത്. 70 രൂപയാണ് പ്രവേശന ഫീസ്. 5 വയസ്സിന് താഴെയും പ്രായമുള്ള കുട്ടികൾക്കും 80 വയസ്സ് കഴിഞ്ഞ വയോജനങ്ങൾക്കും പ്രവേശനം സൗജന്യമാണ്. ഫെബ്രുവരി 3 വൈകിട്ട് നടക്കുന്ന സമാപന പരിപാടി രജിസ്ട്രേഷൻ മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും. വാർത്താസമ്മേളനത്തിൽ സൊസൈറ്റി രക്ഷാധികാരി UK P നമ്പ്യാർ, വൈസ് പ്രസിഡന്റ് KC വത്സല, ജോയിന്റ് സെക്രട്ടറി MK മൃദുൽ, ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ PP വിനീഷ്, എക്സിക്യൂട്ടീവ് അംഗം TP വിജയൻ എന്നിവർ സംസാരിച്ചു. കണക്ട് വർക്ക് സംസ്ഥാനതല ഉദ്ഘാടനം നാളെ. കേരളത്തിലെ ഉദ്യോഗാർത്ഥികൾക്ക് ആശ്വാസമേകുന്ന മുഖ്യമന്ത്രിയുടെ കണക്ട് വർക്ക് പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം ബുധനാഴ്ച. തൊഴിലന്വേഷണ കാലയളവിൽ യുവജനങ്ങൾ നേരിടുന്ന സാമ്പത്തികവും മാനസികവുമായ പ്രയാസങ്ങൾ പരിഹരിക്കുക എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയുടെ ഉദ്ഘാടനം വൈകിട്ട് 4 മണിക്ക് തിരുവനന്തപുരം നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ നടക്കുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. വിദ്യാഭ്യാസം മത്സര പരീക്ഷകൾക്കോ നൈപുണ്യ പരിശീലനത്തിനോ തയ്യാറെടുക്കുന്ന യുവതി യുവാക്കൾക്ക് അവർ സ്വപ്നം കാണുന്ന കരിയറിലേക്ക് എത്തുന്നവരെ ആവശ്യമായ സാമ്പത്തിക പിന്തുണ ഉറപ്പാക്കിയാണ് പദ്ധതിയുടെ ലക്ഷ്യം. അർഹരായ വിദ്യാർത്ഥികൾക്ക് പ്രതിമാസം 1000 രൂപ വരെ വീതം 1 വർഷത്തേക്ക് ധനസഹായം നൽകും. ഇത് യുവജനങ്ങൾക്ക് ആത്മാഭിമാനത്തോടെ മികച്ച തൊഴിൽ നേടാൻ വലിയൊരു പിന്തുണയാകുമെന്ന് മന്ത്രി പറഞ്ഞു. നാളെ നടക്കാനിരിക്കുന്ന സിനിമാ സമരം പിൻവലിച്ചു. സർക്കാർ ഇടപെടലിൽ തൃപ്തി അറിയിച്ച് സിനിമാ സംഘടനകൾ. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സിനിമാ സംഘടനകൾ ബുധനാഴ്ച സംസ്ഥാനത്ത് നടത്താനിരുന്ന സിനിമാ സമരം പിൻവലിച്ചു. മന്ത്രി സജി ചെറിയാനുമായി സിനിമാ സംഘടനകൾ നടത്തിയ ചർച്ചയെ തുടർന്നാണ് തീരുമാനം. മേഖലയിലെ പ്രതിസന്ധികൾ പരിഹരിക്കുമെന്ന് മന്ത്രി ഉറപ്പു നൽകിയെന്ന് സിനിമാ സംഘടനാ നേതാക്കൾ പറഞ്ഞു. ഇരട്ട നികുതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സർക്കാരുമായി ചർച്ച ചെയ്യുമെന്നും സിനിമാ മേഖലയിൽ 60 വയസ്സ് കഴിഞ്ഞവർക്ക് പെൻഷൻ അനുവദിക്കുന്ന കാര്യം പരിഗണിക്കുമെന്നും മന്ത്രി അറിയിച്ചതായി നേതാക്കൾ ചർച്ചയ്ക്ക് ശേഷം പറഞ്ഞു. തിയേറ്റർ ലൈസൻസ്, ഷൂട്ടിംഗ്, ഏകജാലക സംവിധാനം, തിയേറ്ററുകളുടെ വൈദ്യുതി നിരക്ക് സംബന്ധിച്ച വിഷയം റെഗുലേറ്ററി ബോർഡുമായി ചർച്ച ചെയ്യും. കേരള സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷൻ വഴിയുള്ള സബ്സിഡിയുടെ കാര്യത്തിൽ വർധന വേണമെന്ന് ആവശ്യമുന്നയിച്ചിരുന്നു. പൈറസിയും റിവ്യൂ ബോംബിങ്ങും ചർച്ചയിൽ പരിഗണിക്കാമെന്ന് ഉറപ്പു നൽകിയിട്ടുണ്ട്. സിനിമാ ചിത്രീകരണങ്ങളും തടസ്സമില്ലാതെ തുടരും. പറഞ്ഞെങ്കിൽ പോലീസിൽ അറിയിച്ചേനെ. ബസ് തിരിച്ചറിയുന്നത് വീഡിയോ കണ്ട് ദീപകിന്റെ മരണത്തിൽ പ്രതികരിച്ചു ബസ് ജീവനക്കാർ. ബസ്സിനുള്ളിൽ വെച്ച് വീഡിയോ ചിത്രീകരിച്ച് പ്രചരിപ്പിച്ചതിന് പിന്നാലെ യുവാവ് ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ പ്രതികരിച്ചു ബസ് ജീവനക്കാർ. ഇങ്ങനൊരു സംഭവം ഉണ്ടായതായി ആ സമയത്ത് അറിഞ്ഞിരുന്നില്ലെന്ന് ബസ് ജീവനക്കാരനായ രാമകൃഷ്ണൻ പറഞ്ഞു. സംഭവം നടന്നപ്പോൾ യുവതി അറിയിച്ചിരുന്നില്ല. തങ്ങളോട് പറഞ്ഞെങ്കിൽ പോലീസിൽ അറിയിച്ചേനെ. ബസ് തിരിച്ചറിയുന്നത് തന്നെ വീഡിയോ കണ്ടാണെന്നും അദ്ദേഹം പറഞ്ഞു. ആളുകൾ നിറഞ്ഞു നിന്നിരുന്നതിനാൽ CCTV ദൃശ്യങ്ങളിൽ ഒന്നും കാണാനായില്ല. എന്നാലും CCTV ദൃശ്യങ്ങൾ പോലീസിന് കൈമാറിയിട്ടുണ്ട്. ഇതുവരെ പരാതിയൊന്നും ഉയർന്നു വന്നിരുന്നില്ല. പരാതി പറഞ്ഞാൽ മതിയായിരുന്നു എന്നും ജീവനക്കാർ പറഞ്ഞു. ബസ്സിൽ ലൈംഗികാതിക്രമം നടത്തിയെന്ന് പ്രചരിപ്പിച്ചതിന് പിന്നാലെയാണ് ദീപക് ജീവനൊടുക്കിയത്. മുസ്ലിം ലീഗ് പ്രവർത്തക കൂടിയായ ഷിംജിത ബസ്സിൽ വെച്ച് ചിത്രീകരിച്ച വീഡിയോ വൈറലായിരുന്നു. ദുരുദ്ദേശത്തോടെ ദീപക് സ്പർശിച്ചെന്നാരോപിച്ചായിരുന്നു ഷിംജിത വീഡിയോ പുറത്തുവിട്ടത്. ഇതേ തുടർന്നുള്ള മനോവിഷമത്തിലാണ് ദീപക് ആത്മഹത്യ ചെയ്തെന്ന് ബന്ധുക്കളും സുഹൃത്തുക്കളും പറഞ്ഞു. തുടർന്ന് ദീപകിന്റെ മാതാപിതാക്കൾ സിറ്റി പോലീസ് മേധാവിക്കും കലക്ടർക്കും പരാതി നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ മെഡിക്കൽ കോളേജ് ഇൻസ്പെക്ടർ ബൈജു K ജോസഫിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം ഗോവിന്ദപുരത്തെ വീട്ടിലെത്തി അമ്മ കന്യകയുടെ
ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും മൊഴിയെടുത്തു. തുടർന്നാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. അസ്വാഭാവിക മരണത്തിന് ഞായറാഴ്ച കേസെടുത്തിരുന്നു. കൊച്ചിയിൽ രാഹുൽ ഗാന്ധി പങ്കെടുത്ത പരിപാടിക്കിടെ വികസന കാര്യത്തിൽ ചോദ്യമുന്നയിച്ച ബംഗാൾ സ്വദേശിയായ അതിഥി തൊഴിലാളിയോട് കോൺഗ്രസ് നേതാക്കളുടെ അസഹിഷ്ണുത. കേരളം വികസിച്ചെന്നും എന്തുകൊണ്ട് ബംഗാൾ പിന്നോക്കം പോയി എന്നുമായിരുന്നു യുവാവിന്റെ ചോദ്യം. ഇതിനിടെ യുവാവിന്റെ കയ്യിൽ നിന്ന് കോൺഗ്രസ് നേതാക്കൾ മൈക്ക് തട്ടിപ്പറിച്ചതായും ആക്ഷേപമുയർന്നു. രാഹുൽ ഗാന്ധിയുമായി സംസാരിക്കാൻ ആർക്കെങ്കിലും താല്പര്യമുണ്ടോ എന്ന് KC വേണുഗോപാൽ ചോദിച്ചപ്പോഴാണ് സദസ്സിൽ നിന്ന് യുവാവ് എഴുന്നേറ്റത്. ഹലോ രാഹുൽ സാർ എന്ന് സംബോധന ചെയ്ത യുവാവ് വികസനത്തെക്കുറിച്ചുള്ള തന്റെ ആശങ്ക പങ്കുവച്ചു. ഹിന്ദിയിൽ ചോദിച്ച യുവാവിന്റെ പക്കലേക്ക് രാഹുൽ ഗാന്ധി നീങ്ങാൻ ശ്രമിച്ചെങ്കിലും വേദിയിലുണ്ടായിരുന്ന കോൺഗ്രസ് നേതാക്കൾ ഇടപെട്ട് മൈക്ക് മാറ്റുകയായിരുന്നു. തൊഴിലുറപ്പുമായി ബന്ധപ്പെട്ട കാര്യമാണ് ചോദിക്കുന്നതെന്ന് ഷാഫി പറമ്പിൽ MP വേദിയിൽ നിന്ന് പറയുന്നുണ്ടായിരുന്നു. എന്നാൽ രാഹുലിന് ഹിന്ദി അറിയാമെന്നും അദ്ദേഹത്തോട് സംസാരിക്കാൻ അനുവദിക്കണമെന്നും യുവാവ് ആവശ്യപ്പെട്ടെങ്കിലും നേതാക്കൾ മൈക്ക് നൽകാതെ തിരിച്ചയക്കുകയായിരുന്നു. ഇതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. കോൺഗ്രസ് നേതാക്കളുടെ പെരുമാറ്റത്തിനെതിരെ വലിയ വിമർശനമാണ്. കണക്ട് വർക്ക് സംസ്ഥാനതല ഉദ്ഘാടനം നാളെ. കേരളത്തിലെ ഉദ്യോഗാർത്ഥികൾക്ക് ആശ്വാസമേകുന്ന മുഖ്യമന്ത്രിയുടെ കണക്ട് വർക്ക് പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം ബുധനാഴ്ച. തൊഴിലന്വേഷണ കാലയളവിൽ യുവജനങ്ങൾ നേരിടുന്ന സാമ്പത്തികവും മാനസികവുമായ പ്രയാസങ്ങൾ പരിഹരിക്കുക എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയുടെ ഉദ്ഘാടനം വൈകിട്ട് 4 മണിക്ക് തിരുവനന്തപുരം നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ നടക്കുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. വിദ്യാഭ്യാസ മത്സര പരീക്ഷകൾക്കോ നൈപുണ്യ പരിശീലനത്തിനോ തയ്യാറെടുക്കുന്ന യുവതി യുവാക്കൾക്ക് അവർ സ്വപ്നം കാണുന്ന കരിയറിലേക്ക് എത്തുന്നവരെ ആവശ്യമായ സാമ്പത്തിക പിന്തുണ ഉറപ്പാക്കിയാണ് പദ്ധതിയുടെ ലക്ഷ്യം. അർഹരായ വിദ്യാർത്ഥികൾക്ക് പ്രതിമാസം 1000 രൂപ വരെ വീതം 1 വർഷത്തേക്ക് ധനസഹായം നൽകും. ഇത് യുവജനങ്ങൾക്ക് ആത്മാഭിമാനത്തോടെ മികച്ച തൊഴിൽ നേടാൻ വലിയൊരു പിന്തുണയാകുമെന്ന് മന്ത്രി പറഞ്ഞു. കൃത്രിമകാൽ വിതരണം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ജില്ലാ ആശുപത്രി വഴി നടപ്പാക്കുന്ന 2ാം ഘട്ട കൃത്രിമകാൽ വിതരണം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ ഉദ്ഘാടനം ചെയ്തു. ഭിന്നശേഷിക്കാർ, ശാരീരിക മാനസിക വെല്ലുവിളി നേരിടുന്നവർ തുടങ്ങി സമൂഹത്തിലെ എല്ലാ വിഭാഗം ആളുകൾക്കും പ്രയോജനപ്പെടുന്ന പദ്ധതികളാണ് ജില്ലാ പഞ്ചായത്ത് നടപ്പിലാക്കുന്നതെന്ന് പ്രസിഡന്റ് പറഞ്ഞു. വൈസ് പ്രസിഡന്റ് ടി ഷബ്ന അധ്യക്ഷയായി. 26 പേർക്ക് കൃത്രിമകാലുകൾ നൽകുന്നതിനുള്ള പദ്ധതിയാണ് തയ്യാറാക്കിയത്. ആദ്യഘട്ടത്തിൽ 3 പേർക്കും 2ാം ഘട്ടത്തിൽ 12 പേർക്കും കൃത്രിമകാലുകൾ നൽകിയിരുന്നു. ലോകപ്രകാശനവും പഞ്ചായത്ത് പ്രസിഡന്റ് നിർവഹിച്ചു. ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് ചെയർമാൻ പി രവീന്ദ്രൻ മുഖ്യാതിഥിയായി. ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ കെ ഷാജ്, ഡെപ്യൂട്ടി സൂപ്രണ്ട് ഡോക്ടർ ഗ്രിഫിൻ സുരേന്ദ്രൻ, KP മനോജ് കുമാർ, ഡോക്ടർ സുമിൻ മോഹൻ, അഡീഷണൽ ലെയർ സെക്രട്ടറി K സജിത്ത്, ലെയർ സെക്രട്ടറി KK ധനേഷ്, DNO ഇന്ദിര, അജയ് കുമാർ എന്നിവർ സംസാരിച്ചു. കണ്ണാടിപ്പറമ്പ് സി മുത്തപ്പൻ ക്ഷേത്ര മഹോത്സവത്തിന്റെ ഭാഗമായി നടന്ന ഗാനമേളയിൽ RSS സുവിഗാനം പാടിയത് വിവാദമാകുന്നു. സംഭവത്തിന് പിന്നെ RSS അജണ്ട നടപ്പാക്കാനുള്ള ബോധപൂർവമായ നീക്കമാണെന്ന് ആരോപിച്ച് DYFI രംഗത്തെത്തി. തൃശൂർ പാട്ട് ഫാമിലി അവതരിപ്പിച്ച ഗാനമേളക്കിടെയായിരുന്നു RSS സ്തുതിഗീതം ആലപിച്ചത്. തിങ്കളാഴ്ച വൈകിട്ട് നടന്ന പ്രതിഷ്ഠാ ദിന മഹോത്സവത്തോട് അനുബന്ധിച്ചുള്ള പരിപാടിക്കിടെയാണ് സംഭവം. ഗാനമേളയിൽ RSSന്റെ സ്തുതിഗീതം പാടി തുടങ്ങിയതോടെ CPM പ്രവർത്തകർ പ്രതിഷേധവുമായി വേദിയിലേക്ക് കയറി. ഇതേ തുടർന്ന് തർക്കമുണ്ടായി. രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരിൽ നിന്നും പണം പിരിവ് നടത്തി ആഘോഷിക്കുന്ന ഈ ഉത്സവത്തിൽ ഒരു വിഭാഗത്തിന് മാത്രം രാഷ്ട്രീയ അജണ്ടകൾ തിരികെ കയറ്റുന്നത് അംഗീകരിക്കാമെന്ന് DYFI വ്യക്തമാക്കി. പൊതുജനങ്ങളിൽ നിന്ന് ശേഖരിച്ച പണം ഉപയോഗിച്ച് നടത്തുന്ന പരിപാടിയിൽ RSS ഗാനങ്ങൾ ഉൾപ്പെടുത്തുന്നത് ഗൂഢാലോചനയുടെ ഭാഗമാണെന്നും ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം തുടരുമെന്നും DYFI അറിയിച്ചു. ചീഫ് മിനിസ്റ്റേഴ്സ് മെഗാ ക്വിസ് വിദ്യാഭ്യാസ ജില്ലാതല മത്സരം 22-ന്. കേരളത്തിന്റെ സാമൂഹിക പുരോഗമന ചരിത്രം അടിസ്ഥാനമാക്കി സംസ്ഥാന സർക്കാർ സംഘടിപ്പിക്കുന്ന ചീഫ് മിനിസ്റ്റേഴ്സ് മെഗാ ക്വിസ് മത്സരത്തിൽ സ്കൂൾ വിദ്യാർത്ഥികൾക്കായുള്ള വിദ്യാഭ്യാസ ജില്ലാ മത്സരം ജനുവരി 22-ന് നടക്കും. സ്കൂൾ തല പ്രാരംഭഘട്ട മത്സരത്തിൽ വിജയികളായ 2 ടീമുകൾ വീതം വിദ്യാഭ്യാസ ജില്ലാ മത്സരത്തിൽ പങ്കെടുക്കും. രാവിലെ 9 മുതൽ വിദ്യാഭ്യാസ ജില്ലയിലെ ക്വിസ് കേന്ദ്രങ്ങളിൽ രജിസ്ട്രേഷൻ ആരംഭിക്കും. 11 മണി മുതൽ മത്സരം നടക്കും. വിദ്യാഭ്യാസ ജില്ലാതല ഘട്ടത്തിൽ വിജയിക്കുന്ന 10 ടീമുകളിൽ ജില്ലാതല മത്സരത്തിലേക്ക് യോഗ്യത നേടും. തുടർന്ന് ഫെബ്രുവരി 3-ാം വാരം ചീഫ് മിനിസ്റ്റേഴ്സ് മെഗാ ക്വിസ് ഗ്രാൻഡ് ഫിനാലെ നടക്കും. സ്കൂൾ തല ഫൈനൽ മത്സരത്തിൽ 1-ാം സ്ഥാനം നേടുന്നവർക്ക് 5 ലക്ഷം രൂപയും 2-ാം സ്ഥാനക്കാർക്ക് 3 ലക്ഷം രൂപയും 3-ാം സ്ഥാനക്കാർക്ക് 2 ലക്ഷം രൂപയുമാണ് സമ്മാനത്തുകയായി ലഭിക്കുക. പങ്കെടുക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും പ്രശസ്തി പത്രവും മൊമെന്റവും സമ്മാനമായി നൽകും. ചീഫ് മിനിസ്റ്റേഴ്സ് മെഗാ ക്വിസിന്റെ ആദ്യഘട്ട മത്സരത്തിൽ ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി സ്കൂളുകൾ ഉൾപ്പെടെ 5000-ഓളം വിദ്യാലയങ്ങളും വിവിധ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്നായി 5 ലക്ഷത്തോളം വിദ്യാർത്ഥികൾ പങ്കെടുത്തു.